ഹലോ ഓൾ, എൻ്റെ പേര് ആതിര. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 11-നായിരുന്നു എൻ്റെ DH എക്സാം ഉണ്ടായിരുന്നത്. പാസ്സായി. എ സ്പെഷ്യൽ താങ്ക്സ് ടു മിഡ്വെഞ്ചർ ടീം ആൻഡ് ഡോക്ടർ അമൽ സർ. ഞാൻ പഠിച്ച രീതി എന്ന് പറയുന്നത് ബേസിക് ക്ലാസ്സസ് എല്ലാം തന്നെ ഫുള്ളായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പൈറലും ഫുള്ളായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് DH ക്രാഷ് കോഴ്സും പിന്നെ റീസെൻ്റ്ലി അപ്ഡേറ്റഡ് ഇമ്പോർട്ടൻറ്റ് ഫയൽസും ആയിരുന്നു. ഈ റീസെൻ്റ്ലി അപ്ഡേറ്റഡ് ഇമ്പോർട്ടൻറ്റ് ഫയൽസിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഡയറക്റ്റായിട്ട് തന്നെ എക്സാമിനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാൽക്കുലേഷൻസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്പൈറലത്തെ കാൽക്കുലേഷൻസ് ആണ് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈക്വേഷൻസും ഫോർമുലാസും നമുക്ക് ആ സ്പൈറൽ തന്നെ ഞാൻ എഴുതി വെച്ചിട്ട് അത് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടും ഉണ്ടായിരുന്നത്. പിന്നെ മെഡിസിനൽ കെമിസ്ട്രി ഡോക്ടർ അമൽ സാറിൻ്റെ ക്ലാസ്സസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഞാൻ അത് 2 to 3 ടൈംസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമിന് പോണ തലേന്നാളും ഞാനത് റിവൈസ് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് എക്സാമിൽ ഈ സ്ട്രക്ചേഴ്സ് കാണുമ്പോഴും അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആൻസർ ചെയ്യാൻ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു. മോക്ക് ടെസ്റ്റുകൾ ഞാൻ എല്ലാം ചെയ്തിട്ടില്ല. ഞാൻ മോക്ക് ടെസ്റ്റ് മാത്രമാണ് അറ്റൻഡ് ചെയ്തത്. എനിക്കത് ടൈം മാനേജ്മെൻറ്റിന് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു. ഇനി എക്സാം എഴുതാൻ പോണ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് റീസെൻ്റ്ലി അപ്ഡേറ്റഡ് ഫയൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. പ്രിപ്പയർ വെൽ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം.